ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഈ റാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷനുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ്. ഡിവിഷൻ അപ്പോൾ √2ഉം √3യും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് √2 × 3 √6 എഴുതാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √2 × √3 √6 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ എഴുതാം? √6 ബൈ √2 എന്ന് പറഞ്ഞാൽ √3 ആയിരിക്കും. കാരണം x × y z ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ z ബൈ y എന്നും y എന്ന് പറഞ്ഞാൽ z ബൈ x എന്നും എഴുതാം. അതുപോലെ √2 × √3 √6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √6 ബൈ √2 എന്ന് പറഞ്ഞാൽ √3 ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വീണ്ടും ഇങ്ങനെ എഴുതാം. √6നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് √2 ആയിരിക്കും. കാരണം ഇതിന്റെ രണ്ടിനെയും പ്രോഡക്റ്റ് ആണ് ഇതെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. ഈ √6നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ √2 കിട്ടും. ഈ രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി 6/2 എന്ന് പറഞ്ഞ 3 ആണ് നമുക്കറിയാം അല്ലെ. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 6/2 കൊണ്ട് ഹരിച്ചാല് അതുപോലെ 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നോക്കിയാൽ √6/2 എന്ന് പറഞ്ഞാൽ √3 എന്ന് എഴുതാലോ. അപ്പോ കാരണം ഇത് രണ്ട് ഈക്വൽ ആണ്. ഇതിന്റെ റൂട്ടും സെയിം ആയിരിക്കും. അപ്പോ √6/2 √3 എന്നും അതുപോലെ √6/3 √2 എന്നും എഴുതാം. അപ്പൊ നോക്കിയേ, √6/2 എന്ന് പറഞ്ഞാൽ √3 ആണ്. √6/3 എന്ന് പറഞ്ഞാൽ √2 ആണ്. ഇവിടെ √3 എന്ന് പറഞ്ഞാൽ √6/√2 ആണ്. അപ്പൊ നോക്കിയാൽ √6/2 √3 ആണ്. √6/√2 √3 ആണ്. ഇത് രണ്ടും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? √6/√2 തന്നെയാണ് √6/2. അതുപോലെ √6/√3 എന്ന് പറഞ്ഞാൽ √2 ആണ്. അതുപോലെ √6/3 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ √6/√3 ആണ് √6/3. അതായത് √6/2 √6/√2. അതായത് 6/2ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 6ന്റെ റൂട്ടിനെ √2ന്റെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ √6/3 എന്ന് പറയുന്നത് √6/√3 അല്ലേ. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഒരു പുതിയ റിസൾട്ട് ഇട്ട് വരികയാണ്. √x/y എന്ന് പറയുന്നത്, അതായത് ഈ ഫ്രാക്ഷന്റെ റൂട്ട് എന്ന് പറഞ്ഞാല് ഈ ന്യൂമറേറ്ററിന്റെ റൂട്ട് ബൈ ഡിനോമിനേറ്ററിന്റെ റൂട്ട് ആയിരിക്കും. √x/y എന്ന് പറയുന്നത് √x/y ആയിരിക്കും. ഇപ്പൊ ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ റൂട്ട് ബൈ ഡിനോമിനേറ്ററിന്റെ റൂട്ട് ആയിരിക്കും. അപ്പൊ √x/y √x/√y. നമ്മൾ നേരത്തെ പ്രോഡക്റ്റിന്റെ പറഞ്ഞ പോലെ √x × y എന്ന് പറഞ്ഞാൽ √x × √y ആണ്. In the same way √x/y √x/√y. ഓക്കെ, നമുക്ക് ഉപയോഗിച്ച് ഫൈൻഡ് √8/√2. √8നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? നമ്മുടെ ഈ റിസൾട്ട് വെച്ച് √x/√y √x/y ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √8/2 എന്ന് എഴുതാം. അതായത് √8നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 8/8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 വരും. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ √8/√2 എന്ന് പറയുന്നത് 2 ആണ്. √8 എന്ന് പറഞ്ഞാൽ ഈ റാഷണൽ നമ്പർ ആണ്. √2 ഈ റാഷണൽ നമ്പർ ആണ്. ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. √27/9 എങ്ങനെ എഴുതാൻ പറ്റും? √27/9 എന്ന് എഴുതാം അല്ലെ. ഈ റിസൾട്ട് വെച്ച് √27/9 ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നു. റൂട്ട് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതും സെയിം ആയിരിക്കും. 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ്. അപ്പൊ √3 എന്ന് കിട്ടി. അപ്പൊ √27/9 എന്ന് പറഞ്ഞാൽ √3. അതായത് √27 എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് ഇറാഷണൽ ആണ്. ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് റാഷണൽ ആണ്. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ. √8 × √2 പ്രോഡക്റ്റ് ആണ് കേട്ടോ. √8 × √2 അതായത് √8 × 2 എന്ന് എഴുതാം. അതായത് √16 അതായത് 4 എന്ന് എഴുതാം. പ്രോഡക്റ്റ് ഇട്ട് നമ്മൾ വരികയാണ്. √8 × 2 √16 അതായത് 4. അതായത് √8 റാഷണൽ നമ്പർ ആണ്, √2 റാഷണൽ നമ്പർ ആണ്. പ്രോഡക്റ്റ് എടുത്തപ്പോൾ ഒരു റാഷണൽ നമ്പർ ആണ് കിട്ടിയത്. 3√2 × √2 എന്ത് വരും? നമ്മൾ ആദ്യം ചെയ്ത പോലെ 3 × √2 × √2. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഇവിടെ കണ്ട രണ്ട് ഇറാഷണൽ നമ്പറിന്റെ പ്രോഡക്റ്റ് ഒരു റാഷണൽ നമ്പർ. വേറെ ഒരു എക്സാമ്പിൾ. √2 + 1 × √2 - 1. √2 + 1 ഉം √2 - 1 ഉം
എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റൂട്ട് ഓഫ് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് 1 നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് 2 ദി ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഇതിന്റെ സ്ക്വയർ മൈനസ്, അതായത് സം ഇൻറ്റു ഡിഫറൻസ് ഈസ് ഡിഫറൻസ് ഓഫ് ദി സ്ക്വയർ എന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ റൂട്ട് 2 ഇൻറ്റു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്കറിയാം. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 സ്ക്വയർ 1. അപ്പൊ 2 മൈനസ് 1 എത്ര വന്നു? 1 വന്നു. ഇവിടെ റൂട്ട് 2 പ്ലസ് 1 ഇറാഷണൽ നമ്പർ ആണ്. റൂട്ട് 2 മൈനസ് 1 ഇറാഷണൽ നമ്പർ ആണ്. പ്രോഡക്റ്റ് എന്ത് വന്നു? റാഷണൽ നമ്പർ വന്നു. വേറെ എക്സാമ്പിൾ നോക്കാം. റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് റൂട്ട് 2. റൂട്ട് 3 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ, റൂട്ട് 2 ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ അതിന്റെ സമ്മും ഒരു ഇറാഷണൽ നമ്പർ ആണ്, ഡിഫറൻസും ഇറാഷണൽ നമ്പർ ആണ്. ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ഇവിടെ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. റൂട്ട് 3യുടെ സ്ക്വയർ മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ. റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, റൂട്ട് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 3 മൈനസ് 2 1 എന്ന് തോന്നുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ഇത് രണ്ട് റാഷണൽ നമ്പറിന്റെ പ്രോഡക്റ്റ് ഒരു റാഷണൽ നമ്പർ ആയി മാറി. റൂട്ട് 7 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 7 മൈനസ് 2 ഇത് ഒരു നോക്കിയേ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പൊ റൂട്ട് 7ന്റെ സ്ക്വയർ മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ. റൂട്ട് 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 തന്നെ വരും. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4 ആണ്. റൂട്ട് 2 അല്ല, 2ന്റെ സ്ക്വയർ ആണ്. അപ്പോ റൂട്ട് 7ന്റെ സ്ക്വയർ 7, 2ന്റെ സ്ക്വയർ 4, 7 മൈനസ് 4 3. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് രണ്ട് ഇറാഷണൽ നമ്പറിന്റെ പ്രോഡക്റ്റ് ഒരു റാഷണൽ നമ്പർ ആവുന്ന എക്സാമ്പിൾ ആണ്. വേറെ ഒരു എക്സാമ്പിൾ നോക്കിയോ. 6 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 6 മൈനസ് റൂട്ട് 3. അപ്പൊ അതേപോലെ തന്നെ 6 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ടിന്റെ അതായത് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് വീണ്ടും സ്ക്വയർ എടുത്താൽ അതേ നമ്പർ തന്നെ വരും. റൂട്ട് എക്സ് ദി ഹോൾ സ്ക്വയർ എക്സ് ആണ്. അപ്പൊ റൂട്ട് 36 മൈനസ് 3 അതായത് 33. വേറെ എക്സാമ്പിൾ 7 റൂട്ട് 2 ഇൻറ്റു 7 റൂട്ട് 3. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? 7 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 എന്ന് വരും. റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 6 ആണ്. അപ്പൊ 7 റൂട്ട് 6 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, ഇത് രണ്ട് ഇറാഷണൽ നമ്പർ ആണ്. ആ ഇറാഷണൽ നമ്പറിന്റെ പ്രോഡക്റ്റ് ഇറാഷണൽ നമ്പർ വന്നു. അപ്പൊ രണ്ട് ഇറാഷണൽ നമ്പറിന്റെ പ്രോഡക്റ്റ് ഇറാഷണലും ആകാം റാഷണലും ആകാം. ഡിവിഷനും അതുപോലെ തന്നെ രണ്ട് ഇറാഷണൽ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് റാഷണലും ആകാം ഇറാഷണലും ആകാം. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. വേറെ എക്സാമ്പിളിലേക്ക് പോവാം. വേറെ പ്രൂവ് ദാറ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. പ്രൂവ് ദാറ്റ് 1 ബൈ റൂട്ട് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ബൈ എക്സ്. അതായത് 1 ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ബൈ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 1 ബൈ റൂട്ട് എക്സിനെ ഞാനൊരു കാര്യം ചെയ്യാം. റൂട്ട് എക്സിനെ റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ മുകളിലും താഴെ ഞാൻ റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിയേ 1 ഇൻറ്റു റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. അതായത് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ മൾട്ടിപ്ലൈ വിത്ത് റൂട്ട് എക്സ്. അപ്പൊ 1 ഇൻറ്റു റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. മുകളിലും താഴെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷൻ വ്യത്യാസമില്ല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3. അപ്പൊ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ്. അപ്പൊ റൂട്ട് എക്സ് ബൈ എക്സ്. അതായത് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ റാഷണൽ നമ്പർ ആണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ റാഷണൽ നമ്പർ ആയിട്ട് മാറി. അപ്പോൾ 1 ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് 1 ബൈ റൂട്ട് 2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ 1 ബൈ റൂട്ട് നമ്മൾ ഇതുപോലെ 1 ബൈ റൂട്ട് എക്സ് ബൈ എക്സ് എഴുതിയില്ലേ? അപ്പൊ അതുപോലെ തന്നെ 1 ബൈ റൂട്ട് 2 എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ. മുകളിലും ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ മൾട്ടിപ്ലൈ വിത്ത് റൂട്ട് 2. അപ്പോൾ റൂട്ട് 2നെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 1നെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് 2 ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ 1 ബൈ റൂട്ട് 2 ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് 2 ബൈ 2. ഇങ്ങനെ എഴുതാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് 2ന്റെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.414 ബൈ 2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. കാരണം റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാന്ന് നോക്കിയേ 0.707. കാരണം ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അതേസമയം അങ്ങനെ അല്ലാതെ നമ്മൾ ഇവിടെ ആ റൂട്ട് 2ന്റെ വില ഇട്ട് കൊടുത്തിരുന്നെങ്കിലോ 1.414 എന്ന് വരും. അവിടെ ഡിവിഷൻ നമുക്ക് ഇച്ചിരി ലെങ്തി ആയി മാറും. കാരണം ഡെസിമലൊക്കെ കളയണം. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മസ്റ്റ് ബി മൾട്ടിപ്ലൈ വിത്ത്
1000 അങ്ങനെയൊക്കെ വേണ്ടി വരും. എന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ കുറെ അധികം സമയം എടുക്കും. ഇതാവുമ്പോൾ ഈ ഡിനോമിനേറ്ററിനെ 2 ആക്കി മാറ്റി കഴിയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും റാഷണൽ നമ്പർ ആക്കി മാറ്റി ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും നമുക്ക് എളുപ്പമായിട്ട് വരിക. അപ്പോൾ അതാ ഇവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 1/√2 0.707. അത് നമുക്ക് 2 ഡെസിമൽ പ്ലേസസിന് കറക്റ്റ് ചെയ്ത് എഴുതണം. 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 707. അപ്പോൾ നോക്കിയേ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ഡേറ്റ് മോർ ദാൻ 5 ആണ്. 5 മോർ ദാൻ 5 ആണെങ്കിൽ ഒന്ന് ഇപ്പറേറ്റ് എടുക്കുക. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.71. അതായത് 70 എന്നുള്ളത് 71 ആവും. ഇവിടെ 5 അതിൽ കൂടുതലാണെങ്കിൽ 5 കുറവാണെങ്കിലോ നമ്മൾ അത് കളയുള്ളൂ. ഇപ്പൊ 704 എന്നാണെങ്കിൽ 70 എടുക്കുള്ളൂ. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 1/√2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് 0.71. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ എക്സാമ്പിളിലേക്ക് ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. നോക്കിയേ, ഇതുപോലെ നമുക്ക് ലൈക്ക് ദിസ് ഫൈൻഡ് ദി ഫോളോയിങ്. ഇതുപോലെ 1/√3 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് ഒന്ന് ചെയ്ത് നോക്കുക. 1/√5 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ 3/2√3 3/2√3. അപ്പൊ ഇവിടെയൊക്കെ 1/√3 നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ വേണം ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ വിത്ത് √3. അപ്പൊ √3/3 എന്ന് എഴുതാം. √3യുടെ വാല്യൂ 1.732. അതിനെ പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് ചെയ്യുക. ഇവിടെ ആണെങ്കിലോ 1/√5 ആണ്. അപ്പോൾ മുകളിലും താഴെ √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × √5/√5 × √5 എന്ന് വരും. √5/5 എന്ന് എഴുതാൻ. അപ്പോൾ √5യുടെ വാല്യൂ 2.236/5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. വീണ്ടും 3/2√3. 2√3 ഇവിടെ വരുമ്പോൾ √3 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നില്ല. അപ്പോൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3√3/2√3 × √3 എന്ന് എഴുതും. അപ്പോൾ 3√3/2 × √3 × √3 എന്ന് പറയുമ്പോൾ 3 വരും. 2 × 3 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3√3/6 എന്ന് വരും. അപ്പൊ 3√3/6 എന്ന് പറയുമ്പോൾ 3ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. √3/2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ ഒക്കെ കൊടുത്ത് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.